അയ്യോ പറ്റിച്ച യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇതിൻ്റെ തലയും കൊണ്ട് നമുക്കൊരു കറി അങ്ങോട്ട് വെക്കാം. തലക്കറി, കാളാഞ്ചി തലക്കറി. ഇതൊരു 6 കിലോൻ്റെ കാളാഞ്ചിയാണ്. ഇതിൻ്റെ തലയും വാലും മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പിന്നെ ഒന്ന് കശാപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, വാ. ഇതിൻ്റെ വാലിൻ്റെ രീതിയാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പാഞ്ഞ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തല ഇങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതാണ്ടിന്ന് തല കാളാഞ്ചി തലയാണ് നമ്മൾ ന്യൂ പ്രിപ്പറേഷൻ. ഓക്കെ, അടിപൊളി മെനു ആയിരിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഒരു പുതിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? അതെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല അടിപൊളി കാളാഞ്ചിറ തലയാണത്. നമ്മൾ ഒരു 6 കിലോ കാളാഞ്ചിറ ഉഷാറ് തല. ഓക്കെ, അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാളാഞ്ചിറ തലയും വാലുമാണ് നമ്മളിന്ന് തിളപ്പിക്കാൻ പോണത്. ചതച്ച് ഇഞ്ചിയൊക്കെ ചതച്ച് നല്ല ഉഷാറായിട്ട് നമുക്ക് എടുക്കാം. നോക്കിയാലോ നമുക്ക്. ഓക്കെ, നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒന്ന് വെയിറ്റ് നോക്കിയേക്കാം. ഏതായാലും നിങ്ങൾക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. ഏകദേശം 1700, 1725 ഉണ്ട് ഇത്രയും സാധനം. ഓക്കെ, നമ്മൾ ഈ പാത്രത്തിൻ്റെ വെയിറ്റ് ലെസ് ചെയ്തിട്ടാണ് വെച്ചേക്കണേ. ടയർ ചെയ്തിട്ട് ക്ലിയർ ആക്കിയേക്കണേണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കേ ആദ്യമായിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇത്രയും വലിയ പീസാകുമേ അങ്ങോട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മളോട്ട് പിടിക്കില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ തല ഇവിടെയൊക്കെ. ഓക്കെ, നമ്മളതൊന്ന് എല്ലാവരും ഒന്ന് കഴമ്പിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൊന്ന് മാംസത്തിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചതക്കണ ചെറിയ ഓരളെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാവരും നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, അതിങ്ങൊന്ന് നോക്കി വെച്ചോ. ഓക്കെ, നമ്മൾക്കിത് ഒരു 1/2 കിലോ ഉള്ളി തൊണ്ടളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം വെളുത്തുള്ളി തൊണ്ടളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 50-75 ഗ്രാമോളം പച്ചമുളക് ഉണ്ടാവും ഇത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതല്ല, ഒരുമാതിരി വലിയ പീസാണ്. പിന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേപ്പില, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ചൊറുക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാനുള്ള. ഓക്കെ, നമുക്കൊന്ന് ഉള്ളി നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉള്ളി നേരന്നിട്ട് ചതച്ചെടുക്കാം. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാണ് ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട്
ഓക്കെ, നമ്മൾ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഇതേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പാത്രം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കണ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് ചതച്ച് വെച്ചിരിക്കണ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കണം ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഉള്ളി തൊട്ടിട്ടാം. ഓക്കെ, നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറച്ചിനകത്തിട്ട് നമുക്ക് കുറച്ച് വേപ്പില ഇടാം. വേപ്പില കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇഞ്ചിയും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കൊരു കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 4 സ്പൂൺ നമുക്ക് ഇട്ട് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിടാം. 4 എടുത്തിട്ടുണ്ട്, നമുക്കൊരു 5 സ്പൂൺ. ഓക്കെ, അത് മതിയാവും. നമുക്കൊന്ന് നല്ലോണം മുളകൊന്ന് മുരിച്ചെടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മീനിനകത്ത് കിടന്ന് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ടൊരു 2 ടീസ്പൂണിൽ ചൊറുക്ക അവിടെ ഒഴിച്ച് കൊടുക്കാം. നാടൻ ചൊറുക്കേണ്ടത്. ഫിഷിനുള്ള ഗ്രേവി ഇങ്ങനെ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമുക്ക് ഈ ഫിഷിൻ്റെ തല നമുക്കങ്ങോട്ട് ഇതിനകത്തോട്ട് നിക്ഷേപിക്കാം. ജീവിതത്തിൻ്റെ വാലും കിടക്കട്ടെ. ഓക്കെ, ഇത് നല്ലോണം നമുക്ക് ഈ ഗ്രേവിയിൽ ഇങ്ങനെ കുളിപ്പിക്കുക. ഓക്കെ, നമുക്കതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് ആവിയിലൊന്ന് വേകട്ടെ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ലാണ് തന്നെ കേട്ടാ. നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഒരു വശം മാത്രം കണ്ട് നല്ലോണം വേണ്ട, പാലും ഒന്ന് തിരിച്ചിട്ടേക്കാം.
നമ്മൾ ചെയ്ത പോലെ ഇതിൻ്റെ മുകളിലോട്ടും ഗ്രേവി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് തുറന്നിരിക്കട്ടെ. ഈ വെള്ളം ഒന്ന് നമുക്ക് ഇങ്ങനെ വറ്റിച്ചെടുക്കാം. നല്ലോണം അതിൻ്റെ സത്തൊക്കെ അതിലോട്ട് പിടിക്കുള്ളൂ. ഉപ്പൊക്കെ ലാസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ എടുക്കാം നമുക്കേ ഈ ചെറിയ ഉള്ളി നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് നമുക്ക് താളിക്കാനുള്ള ഇങ്ങനെ നമ്മുടെ കാളാഞ്ചിത്തല തിളപ്പിച്ചത് ഇവിടെ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കഴിക്കാൻ പോണൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി ഉണ്ട്. ഗ്രേവിയിൽ ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ടൊന്ന് ഇതിനകത്തൊന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാലല്ല രണ്ടും കൂടി ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. എടുത്തോടാ മോനെ. ഓക്കെ, നമ്മുടെ ടൈലി കിടക്കണം. ചുണ്ടൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് അപ്പോൾ അതെ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. എത്തിച്ചിട്ടൊന്ന് ഇതിനകത്തൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ കപ്പ അങ്ങനെ മീനിൻ്റെ ഗ്രേവി കിടന്ന് ഉള്ളിച്ച് അറമാദിച്ച് ഇങ്ങനെ കിടക്കണേണ്. നമുക്കിത് ഇതിനകത്തോട്ടൊന്ന് നിക്ഷേപിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ ഇതിലോട്ട് അങ്ങോട്ട് വെക്കാം. ഓക്കെ, നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിത് കുറച്ച് ഉള്ളിയും ഇത്തിരി വേപ്പിലയും ഇത്തിരി കൊല്ലമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി നമുക്കിതിനകത്തുനിന്ന് മൊരിച്ചെടുക്കാം. അതതിൻ്റെ ഒരു അടിപൊളി ഫ്ലേവറായിരിക്കുള്ളത് ചെന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മൊരിയാൻ ഇത്തിരി കട്ട് ചെയ്യാത്ത ആയിരുന്നു. ഇത്തിരി സമയം എടുക്കും. എന്നാണ് വെളുത്തുള്ളി ആദ്യം കൊടുക്കും. മരിച്ച് വെച്ചിരിക്കുന്ന നല്ല ഉള്ളി ഇട്ട് കൊടുക്കാം. വേപ്പില മാറ്റി വെച്ചിട്ടുണ്ടായി, ആ വേപ്പില ഇട്ട് കൊടുക്കാം. മീറ്റിലൊക്കെ നമ്മൾ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഈ ഇത്രയും സാധനത്തിനുള്ള ഒരു പൊടിക്ക് ഉപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. ഓക്കെ, നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ ഉണക്കമുളക് ഫുള്ളായിട്ടുള്ളത് ഇതിനകത്തൊന്ന് വെരിച്ചെടുക്കുക. ആദ്യം ഇട്ടാൽ അത് കരിഞ്ഞു പോകും. ഓക്കെ, നമുക്ക് ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം.
ഹായ് ഫ്രണ്ട്സ്, ഇതേ നമ്മൾ കാളാഞ്ചിറ തല തിളപ്പിച്ച് കപ്പയും കൂട്ടി മിക്സ് ചെയ്ത് ഇതിങ്ങനെ വെച്ചേക്കാണ്. ഇതെന്ത് ചെയ്യണം? എൻ്റെ ദൈവമേ, നോക്കിയേ, അടിപൊളി സെറ്റപ്പിൽ കിട്ടിയാറുണ്ട്. ഒരു 1.25 കിലോൻ്റെ കാളാഞ്ചി തലയും ടൈലും കൂടിയുള്ള സംഭവമാണ് ഈ ചെയ്തേക്കണത്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. എവിടെ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ടൊരു അല്ല, എൻ്റെ ചെകിള കൊമ്പാണ് കിട്ടിയണത്. നമുക്ക് നോക്കിയാലോ. എൻ്റെ അപ്പോൻ്റെ രക്ഷയില്ല. അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതേപോലെ തലയൊക്കെ നിങ്ങളുടെ വീട്ടിൽ വലിയ മീനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ തലയായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന്. കാളാഞ്ചിയുടെ തന്നെ കിട്ടണമെന്നില്ല, വേറെ അതുപോലെ വറ്റടെ, ചെമ്പല്ലിയുടെ അങ്ങനത്തെയൊക്കെ വലിയ തലകൾ കിട്ടണ വറ്റടയൊക്കെ ആകുമ്പോൾ നല്ല വലിപ്പുണ്ടാവും. ഓക്കെ, ഇതിനകത്തുനിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. അത് ക്ലിയറാക്കി. ഓക്കെ, ഒന്നുമില്ല. ഉണ്ടഞ്ഞ് കപ്പയുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടി ഒന്ന് ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ടൊന്ന് പിടിച്ചോട്ടെ. ഓക്കെ, ഈ സംഭവം, ഈ കാളാഞ്ചി തലക്കറി ആൻഡ് അതിൻ്റെ വാലും കൂട്ടിയുള്ള ഈ കറി നിങ്ങൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എപ്പോഴെങ്കിലും, ഇപ്പം എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ വീട്ടുകാരൊക്കെ ആയിട്ട് ഇരുന്ന്, ഇതിപ്പോൾ ഒരു 5-6 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 പേരുണ്ടെങ്കിലും തിന്നാനുള്ള സാധനം ഉണ്ടാവും. ഇതൊക്കെ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ട്രൈ ചെയ്യണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും പിന്നെ നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ ആ ഒരു ടീമിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ വ്യൂസ് കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയണത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം ദയവായി. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി അടുത്ത് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലുണ്ട്. അയ്യോ പറ്റിച്ച യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവർക്കും ബൈ ബൈ.